ഓരോ മുസ്ലിമും അവർ പറയുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ വഞ്ചിക്കല്ലേ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ചതിക്കല്ലേ. അവരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ കൊണ്ടുപോകൂ. അല്ലാഹുവിനോട് മാത്രം അവർ ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ പ്രാർത്ഥന കേൾക്കുന്നവൻ, അല്ലാഹുവേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, അല്ലാഹുവല്ലാത്ത ആർക്കാണ് പ്രാർത്ഥന കേൾക്കാൻ കഴിയുക? ആർക്കാണ് ഉത്തരം ചെയ്യാൻ കഴിയുക? ആർക്കും കഴിയില്ല. അത് മനുഷ്യരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ. കല്ലുകൾ വരെ ആരാധിക്കുന്ന മുസ്ലിം സമൂഹമുണ്ട്, വേരുകൾ ആരാധിക്കുന്നവരുണ്ട്. കൂർത്ത കല്ല് കണ്ടാൽ അതിന്റെ മുന്നിൽ പോയി കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കല്ലൗലി ആരാധിക്കുന്ന ആളുകളുണ്ട്, വേരുകൾ ആരാധിക്കുന്ന ആളുകളുണ്ട്. അതേ കബറിൽ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത കബറിനെ പോലും ആരാധിക്കുന്ന മുസ്ലിം സമുദായമുണ്ട്. ഈ സമുദായത്തെ ഇങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോയവർ ആരാ? അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഓരോ ഉറൂസ് മഹാമഹങ്ങളുടെ അവസ്ഥ എന്താണ്? ആനകൾ മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയാണ്. ഇസ്ലാമിന്റെ പേരിലാണ്. നിങ്ങളാ ഇവിടെ വന്ന് അലവി സഖാഫിയ പറഞ്ഞത് ആനക്കെന്താ കുഴപ്പം, ചെണ്ടമേളക്കെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് മുസ്ലിം സമുദായം കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് നിങ്ങൾ കൈ കഴുകുകയാണ്. നിങ്ങൾക്ക് കൈ കഴുകാൻ കഴിയില്ല. നിങ്ങളാ ഇതിന് പ്രോത്സാഹനം കൊടുത്തത്, നിങ്ങളാ ആനവരമുണ്ടാക്കിയത്, നിങ്ങളാ പെട്ടിവരമുണ്ടാക്കിയത്. വെടിക്കെട്ട് പോലും നടത്തൽ നിർബന്ധമാണ് എന്ന് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വിട്ടത് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കൈ കഴുകുകയാണോ? നിങ്ങൾ രേഖ കൊണ്ടുവാ, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ നിൽക്കുന്ന ആദർശത്തിന്റെ ശക്തമായ വിശുദ്ധ ഖുർആനിന്റെ തെളിവുണ്ടെങ്കിൽ, പ്രവാചക ചര്യയുടെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾ കൊണ്ടുവരൂ, ഇവിടെ അവതരിപ്പിക്കൂ. നിങ്ങളുടെ കയ്യിൽ യാതൊരു വിധ തെളിവിന്റെ കച്ചിത്തുമ്പ് പോലുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരായ മുസ്ലിങ്ങളോടാ നിങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളെ ഏതെങ്കിലും നിലയ്ക്ക് ചൂഷണം ചെയ്യുന്നില്ല. ഒരു 5 രൂപയുടെ കോഴിമുട്ട കൊണ്ടുവന്ന് 500-ന് വിളിച്ചോ എന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല. സലാത്ത് ചൊല്ലിത്തരാം, ഞങ്ങളുടെ കൈകളിൽ വന്ന് മുസാഫത്ത് നടത്തിക്കോ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ അടുക്കൽ പണം കൊണ്ടുവരുമോ, ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരാമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല. നാളെ പരലോകമാണ്. റബ്ബിന്റെ കോടതിയിൽ ഈ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാകും, ഈ കേൾക്കുന്ന നിങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ കോടതിയിൽ നമ്മൾ കടന്നു വരും. ആ റബ്ബിന്റെ മുന്നിൽ ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ്. അവിടെ രക്ഷപ്പെടാൻ പ്രിയമുള്ളവരെ, അതിന്റെ മാർഗമാണ് ഞങ്ങൾ വിശദീകരിച്ചത്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അത് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, ആ പ്രവാചകനെ പിൻപറ്റുക. ആ സഹാബത്ത് എങ്ങനെ പിൻപറ്റിയോ അങ്ങനെ പ്രവാചകനെ പിൻപറ്റുക. അവിടെ ആ പ്രവാചകന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ്. അവർ നബിദിനം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നബിദിനം കഴിക്കാൻ അനുവാദമില്ല. നമ്മൾ ഒരു പ്രത്യേക സ്നേഹക്കാരല്ല. ആ സഹാബത്ത് സ്നേഹിച്ച പോലെ സ്നേഹിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സംസാരിച്ചു പോയ മുഴുവൻ മുസ്ലിയാക്കന്മാരോടും, അത് സക്കാഫിമാരാകട്ടെ, ഹസനിമാരാകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്ക് മുഴുവൻ ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാതെ ഞങ്ങൾ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളുടെ നേരിൽ നിങ്ങൾ ബിദ്അകളാണ് എന്ന് ആരോപിക്കാൻ നിങ്ങൾ പറഞ്ഞ ഓരോ രേഖയും അതിനെ ഞങ്ങൾ കൃത്യമായി കൊണ്ട് അതിന്റെ ബലാബലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ സ്വീകരിച്ച ആദർശം നിങ്ങൾക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതേ ഇന്ന് സമൂഹത്തിൽ ഇടതടവില്ലാത്ത പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ അടിത്തറ ഇളകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആളുകളെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്ന് ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളോട് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ രേഖ കൊണ്ടുവാ. നിങ്ങളുടെ ആദർശങ്ങൾക്ക് ഇതാ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, മമ്പറന്തങ്ങളെ വിളിക്കാൻ, വനമ്പത്ത് ബീവിയെ വിളിക്കാൻ, ഇവിടെയെല്ലാം മറമാടപ്പെട്ട് കിടക്കുന്ന രക്ഷിപ്പൊക്കപ്പെട്ട കബറുകൾക്കുള്ളിൽ അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളോട് തേടാൻ ഇതാ ഞങ്ങൾക്ക് ഖുർആനിലായത്ത്, ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, അത് ജീവിതത്തിൽ പകർത്തിയ സഹാബത്തിന. ഇങ്ങനെ നട്ടലോടുകൂടി നിങ്ങൾ തെളിവ് പറ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാലും, എത്ര മഹൽ ഒന്നിച്ചാലും, എത്ര നിങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളിൽ ചില ക്ലിപ്പുകളുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും ഇട്ട് നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ വിഷയം പഠിക്കണം.
പഠിക്കണമെന്നാൽ, ഇവിടെയുള്ള ആളുകൾ വിഷയം പഠിക്കണമെന്നാൽ ആ ഒരു താല്പര്യത്തോടു കൂടെയാണ് പ്രിയമുള്ളവരെ ഈ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇടാൻ അറിയാഞ്ഞിട്ടല്ല, ഇവിടെ അലവീസക്കാഫി ക്ലിപ്പിട്ടതുപോലെ ഞങ്ങൾക്ക് ക്ലിപ്പിടാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞങ്ങൾ പരലോകത്തെയാണ് ആഗ്രഹിക്കുന്നത്, മഹ്ശറയെയാണ് ഞങ്ങൾ കാണുന്നത്, പരലോകത്തിന്റെ വിജയമാണ്, അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം വിഷയങ്ങൾ വിദഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അത് വിശദമായി നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരത്തെയും കേൾവിയെയും എല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.